1975 പുറത്തിറങ്ങിയ ഐ വി ശശിയുടെ കന്നി ചിത്രമായിരുന്നു ഉത്സവം. ഇതിലെ ഗാനവിഭാഗം കൈകാര്യം ചെയ്തത് പൂവച്ചൽ ഖാദറും എ ടി ഉമറുമായിരുന്നു. 1970 ജോലി ആവശ്യമായി കോഴിക്കോട് എത്തിയപ്പോഴാണ് പൂവച്ചൽ ഖാദർ ആദ്യമായി ഐ വി ശശിയെ പരിചയപ്പെടുന്നത്. ഇതിന് കാരണകർത്താവായത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ഗാനരചയിതാവുമായിരുന്ന കാനേഷ് പൂനൂരാണ്. ചന്ദ്രിക വാരികയുടെ ചുമതല വഹിച്ചിരുന്ന ആളായിരുന്നു കാനേഷ് പൂനൂർ. ചന്ദ്രിക വാരികയിൽ ചിത്രം വരച്ചിരുന്നത് ഐ വി ശശിയുമായിരുന്നു. പിന്നീട് ഐ വി ശശി കലാസംവിധായകനും അസോസിയേറ്റ് ഡയറക്ടറുമെല്ലാമായി മദ്രാസിൽ സ്ഥിരതാമസമാക്കി. വിജയനിർമ്മല സംവിധാനം ചെയ്ത കവിത എന്ന ചിത്രത്തിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ശ്രീ ഐ വി ശശി. അങ്ങനെ ശശിയുടെ നിർബന്ധപ്രകാരം പൂവച്ചൽ ഖാദറിന് ആ ചിത്രത്തിൽ ചില കവിതാ ശകലങ്ങൾ എഴുതുവാൻ ലഭിച്ചു. പിന്നീട് ഐ വി ശശി സ്വതന്ത്ര സംവിധായകനായി 1975 ഉത്സവം പുറത്തിറങ്ങിയപ്പോൾ അതിലെ എല്ലാ ഗാനങ്ങളും എഴുതാൻ ഖാദറിന് അവസരം ലഭിച്ചു. ഇതിലെ മനോഹരമായൊരു ഗാനമായിരുന്നു സ്വയംവരത്തിന് പന്തലൊരുക്കി എന്ന ഗാനം. ഇതിൻ്റെ പിന്നിലൊരു തമാശയുമുണ്ട്. കാരണം ഈ ഗാനം എഴുതി കൊടുത്തിട്ട് പോയി എന്നുള്ളതല്ലാതെ ഇതിൻ്റെ റെക്കോർഡിങ്ങിന് ഖാദറിക്ക് ഉണ്ടായിരുന്നില്ല അത്രേ. പിന്നീട് ഈ പടം റിലീസ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഈ ഗാനങ്ങൾ കേൾക്കുന്നത്. എന്തായാലും യേശുദാസും എസ് ജാനകിയും അനശ്വരമാക്കിയ ഈ യുഗ്മഗാനം നമുക്കൊന്ന് കേൾക്കാം. സ്വയംവരത്തിനു പന്തലൊരുക്കി നമുക്കു നീലാകാശം, സ്വയംവരത്തിനു പന്തലൊരുക്കി നമുക്കു നീലാകാശം, നീലാകാശം. നിൻവരവേൽപ്പിനു താലങ്ങളേന്തി താമര പൊയ്കകൾ നീളേ, നിൻവരവേൽപ്പിനു താലങ്ങളേന്തി താമര പൊയ്കകൾ നീളേ. ഒരുങ്ങി വരൂ, ഒരുങ്ങി വരൂ, ഒരു താളത്തിൻ അലകളിലൊഴുകി വരൂ, അലകളിലൊഴുകി വരൂ. സ്വയംവരത്തിനു പന്തലൊരുക്കി നമുക്കു നീലാകാശം, നീലാകാശം. പിറന്ന കാലം മുതൽ നിന്നെ കിനാവു കണ്ടു വളർന്നു, പിറന്ന കാലം മുതൽ നിന്നെ കിനാവു കണ്ടു വളർന്നു. എന്നിഴൽ പോലും അറിയാതെ ഞാൻ നിനക്കു മണിയറ തീർത്തു. ഓടി വരൂ, ഓടി വരൂ, വെൺമേഘത്തിൻ ചിറകുകളേറി വരൂ, ചിറകുകളേറി വരൂ. സ്വയംവരത്തിനു പന്തലൊരുക്കി നമുക്കു നീലാകാശം, നീലാകാശം. സ്നേഹവസന്ത പൂക്കളാലെ ദേവി നിന്നെ ഒരുക്കും, സ്നേഹവസന്ത പൂക്കളാലെ ദേവി നിന്നെ ഒരുക്കും. എൻ്റെ മനസ്സിൻ പൂജാമുറി ഞാൻ എന്നും നിനക്കു നൽകും. ആടി വരൂ, ആടി വരൂ, ഒരു ജന്മത്തിൻ ഊഞ്ഞാലാടി വരൂ, ഊഞ്ഞാലാടി വരൂ.
സ്വയംവരത്തിനു പന്തലൊരുക്കി നമുക്കു നീലാകാശം നീലാകാശം നീലാകാശം. 1964 ദാദാ മറാസിയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന പുതിയ പറവ എന്ന തമിഴ് ചിത്രത്തിന് ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ റെബേക്ക എന്ന ചിത്രവുമായുള്ള സാമ്യം വിസ്മരിക്കാവുന്നതല്ല. ഇതിൽ ശിവാജി ഗണേശനായിരുന്നു നായകൻ, ആൻറ്റി ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ക്രൂയിസ് ഷിപ്പിൽ സിംഗപ്പൂരിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള യാത്രാമധ്യേ കണ്ടുമുട്ടുന്ന ശിവാജി ഗണേശനും സരോജാദേവിക്കും ഇടയിൽ ഏർപ്പെടുന്ന പ്രണയമാണ് ചിത്രത്തിൻ്റെ സബ്ജക്റ്റ്. നായകൻ വില്ലനായി മാറുന്നത് പ്രത്യേകിച്ചും അക്കാലത്ത് തമിഴ് സിനിമയിൽ ഒരു പുതുമയുള്ള കാര്യമായിരുന്നു. ശിവാജി ഗണേശൻ്റെ വില്ലനെ നമുക്ക് ഈ ചിത്രത്തിൽ ദർശിക്കാം. ഇതിൽ മനോഹരമായ ഗാനങ്ങളുണ്ട്. കണ്ണദാസൻ, വിശ്വനാഥൻ രാമമൂർത്തി ടീമിൻ്റെ മനോഹര ഗാനങ്ങൾ. ഇതിൽ സുശീലാമ്മ പാടിയ എക്കാലത്തെയും ക്ലാസിക്കായ